സൈമൺ കാരശ്ശേരി, ഇപ്പോൾ പുന്നപ്ര പൊന്നളക്കുന്ന പറയുള്ള നാടാണ്, അങ്ങനെയാണ് ആ പേര് വീണത് എന്ന് പറയുന്നു. കള്ളപ്പറയുണ്ടായിരുന്നു, കള്ളനാഴിയുണ്ടായിരുന്നു. കെട്ട് പുഴുത്തു പോയാൽ പോലും പറയന് വിശപ്പാറ്റാൻ കൊടുക്കില്ല അരി എന്ന് പ്രഖ്യാപിക്കുന്ന, മീശ വെച്ച് നടക്കുന്ന പുലയനെ എനിക്ക് കാണാൻ കഴിയില്ല എന്ന വലിയ ബോധ്യമുള്ള, താൻ എന്തോ കേമനാണ്, താൻ സൃഷ്ടാവിൻ്റെ വായിൽ നിന്നും പിറന്നവനാണ്, കൈകളിൽ നിന്നും പിറന്നവനാണ്, തുടകളിൽ നിന്നും പിറന്നവനാണ്, കാലിൽ നിന്ന് പിറന്നവൻ മനുഷ്യനല്ല എന്ന് പ്രഖ്യാപിച്ച് നടന്ന മനുഷ്യർക്ക് മുന്നിൽ മനുഷ്യൻ എന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആത്മവിശ്വാസം ജനത്തിന് കൊടുത്ത മനുഷ്യൻ കൂടിയാണ് വിട പറഞ്ഞു പോകുന്നത്. അങ്ങനെ അങ്ങ് നേരത്തെ പറഞ്ഞു VSന്റെ വിദ്യാഭ്യാസം, പക്ഷേ ആ VS പിന്നീട് നേടിയതെല്ലാം ഏറ്റവും ആധുനികനായ മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു SFI സമരത്തെക്കുറിച്ച് VS പറഞ്ഞത്, ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് തിരിച്ചടിക്കാൻ കരുത്തും ചുണയുമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള പ്രസ്ഥാനമാണ് ഇത് എന്നാണ്. ഒരു തരത്തിലും VS പറയുമ്പോൾ രാഷ്ട്രീയം പിഴയ്ക്കാറില്ലായിരുന്നു ഒരു കാലഘട്ടത്തിലും എന്നുള്ളതാണ്. ഇന്നുപോലും നമ്മൾ വലിയ നവോത്ഥാനം, വിപ്ലവം എന്ന് പറയുന്നതൊക്കെ പാടവരമ്പിലിരുന്ന് സാധാരണക്കാരനോട് VS നീട്ടിയും കുറുക്കിയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാണനുമില്ല, ഇവിടെ പുലയനുമില്ല, ഇവിടെ പറയാനുമില്ല, നമ്മളാണ് വിതയ്ക്കുന്നത് കൊയ്യുന്നത് എന്ന് ഏറ്റവും സാധാരണക്കാരനോട്, അങ്ങനെയൊന്ന് ഉറക്ക പറയാൻ പോലും നാക്കില്ലാതിരുന്ന മനുഷ്യനോട് പറഞ്ഞയാൾ കൂടിയാണ് വിട പറഞ്ഞു പോകുന്നത്. ഇന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിപ്ലവം അന്നു പറഞ്ഞ മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? തീർച്ചയായിട്ടും ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം VSനുണ്ട്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, നമ്മുടെ കാലത്തിന് മുൻപേ വളരെ ദൂരക്കാഴ്ചയോടുകൂടി ഒരു സമഗ്ര വീക്ഷണത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്തെ കണ്ട നേതാവാണ് VS അച്യുതാനന്ദൻ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ 2006 ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്തെ ഒരു നിയമനിർമ്മാണം എന്ന് പറയുന്നത് സ്കൂളുകളിലെ 10ാം തരം വരെയുള്ള 1ാം ഭാഷ മലയാളമാണ് എന്ന് വരുത്തുകയാണ്. ഇത് VSൻ്റെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് മാത്രം വന്നതാണ് എന്ന് എനിക്കറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് അതിനു വേണ്ടിയുള്ളൊരു സമരം ഉണ്ടായിരുന്നു. അന്ന് ശ്രീ പെരുപ്പങ്കോട് മുരളിയുടെയും ശ്രീ പന്നിൻ രവീന്ദ്രൻ്റെയും കൂടെ ഞാൻ VSനെ പോയി കണ്ടു. അതേ ഒരു വാക്യമാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ നിവേദനം കൊടുത്തപ്പോൾ ആകെ പറഞ്ഞത്, പുറത്തുള്ള കാര്യം നിങ്ങൾ നോക്കിക്കോളൂ, അകത്തുള്ള കാര്യം ഞാൻ നോക്കാമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലം കഴിയുന്നതിന് മുമ്പേ, ഒരു മാസം മുമ്പായിട്ടാണ് ആ നിയമം വന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സമഗ്ര വീക്ഷണം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആദിവാസി പ്രശ്നം, അദ്ദേഹം മുത്തങ്ങയിൽ പോവും. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്താണ്, മുത്തങ്ങയിൽ പോവും. ഇതുപോലെ അദ്ദേഹം അഴിമതിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പോരാളി കേരളത്തിൽ VS ആണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് 2013 ഡൽഹിയിൽ അധികാരത്തിൽ വരുന്ന ആം ആദ്മി നേതാവ് കെജ്രിവാൾ അദ്ദേഹത്തെ ആം ആദ്മിയിലേക്ക് ക്ഷണിക്കും. ഇതുപോലെ ആലോചിച്ച് നോക്കൂ, ഐസ്ക്രീം പാർലർ, സൂര്യനെല്ലി തുടങ്ങി നമ്മുടെ ചരിത്രത്തിൻ്റെ നാണക്കേടുകളായ സ്ത്രീപീഡന കേസുകളൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് എന്ന് ഏറ്റെടുത്ത് അതിനുവേണ്ടി നിരന്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇരകളെ കാണാനും അവരുടെ വീട്ടിൽ പോവാനും അതിനുവേണ്ടി പ്രസംഗിക്കാനും ധൈര്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് VS അല്ലേ? അദ്ദേഹം അത് വിട്ടുകളയുന്നില്ല. അഴിമതി വിരുദ്ധ സമരം എന്ന് പറയുന്നത് ഒരിക്കലും വിടാതെ, അങ്ങനെയാണ് നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ നേതാവ് R ബാലകൃഷ്ണപിള്ള ജയിലിലെത്തിപ്പോയത്. അത് VSൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ആവർത്തിക്കുകയാണ്, സമഗ്രമായിട്ട് ഇതിനെ കാണുക. ഇപ്പോൾ ഭാഷയുടെ പ്രശ്നം, സ്ത്രീകളുടെ പ്രശ്നം. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും അധികം പൊരുത നേതാവ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് VS ആണ്. കാരണം ഈ 90കളോടുകൂടി ഇവിടെ മഹാനാണക്കേടാണ്, സ്ത്രീപീഡന കേസുകൾ നിരന്തരം വരികയാണല്ലോ. അപ്പോൾ അന്ന് അദ്ദേഹം 2006 ഇലക്ഷൻ്റെ കാലത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്ന് കൈയടിച്ച അനേകായിരത്തിൽ ഒരാൾ ഞാനുമാണ്. ഇവരെയൊക്കെ കയ്യാമം വെച്ച് റോഡിലൂടെ നടത്തിക്കും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ സ്ത്രീക്ക്, ഒരു സാധാരണ ജനാധിപത്യ വിശ്വാസിക്ക് ഉണ്ടാകുന്ന ആത്മവിശ്വാസം എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ തരത്തിൽ അദ്ദേഹം മുതലാളിമാരെ പേടിക്കുന്നില്ല, കുത്തകകളെ പേടിക്കുന്നില്ല. തൻ്റെ പാർട്ടിയോട് തന്നെയും അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വരുന്നുണ്ട്. VSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അനേകം മുന്നണികളിൽ ഒരേ സമയം പോരാടിയ പോരാളിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് ശത്രുക്കൾ പ്രതിപക്ഷത്തുണ്ടായിരുന്നു, സ്വന്തം പക്ഷത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില മുതലാളിമാരെ പറ്റി പത്രക്കാർ ചോദിക്കുമ്പോൾ വെറുക്കപ്പെട്ടവൻ എന്ന് പറയേണ്ടി വരുന്നത്. ഈ തരത്തിൽ കുത്തക മുതലാളിമാരെയും ഈ തരത്തിലുള്ള ജന്മിമാരെയും വലിയ വ്യവസായ പ്രമുഖന്മാരെയും ഒക്കെ അവർക്കൊക്കെ വിധേയപ്പെട്ട്
ഇടതുമുന്നണി അല്ലെ തൻ്റെ പാർട്ടി വ്യതിയാനത്തിന് വിധേയമാകുന്നുണ്ട്, അത് വ്യതിചലിക്കുന്നുണ്ട്, ആദർശഭ്രംശം വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ആ പാർട്ടിക്കെതിരായിട്ടും അദ്ദേഹത്തിന് പൊരുതേണ്ടതുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, IT എന്നുള്ള മേഖലയിലേക്ക് ജോസഫ് സി മാത്യുവിനെ പോലെ ഒരു പ്രഗത്ഭനെ കൊണ്ടുവരുന്നത് VS ആണ്. അപ്പോൾ അദ്ദേഹം IT വന്നാൽ തൊഴിൽ പോവോ, എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മൊരട്ട് തത്വവാദിയല്ല അദ്ദേഹം എന്ന് അദ്ദേഹം അനുഭവം കൊണ്ട് തെളിയിക്കും. അങ്ങനെ അനവധി കാര്യങ്ങൾ. ഇപ്പോൾ ബാലകൃഷ്ണനോടെ വെട്ടിനിർത്തലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വലിയ പരിഹാസമായിരുന്നു അന്ന്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിലൂടെ ഇതൾ വിരിഞ്ഞ് വരുന്നത് ഒരു ഹരിത രാഷ്ട്രീയമാണെന്നാണ് എൻ്റെ കണക്ക്. അതായത് ഈ ലോകം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, ഇവിടുത്തെ മൃഗങ്ങൾക്കും മരങ്ങൾക്കും പക്ഷികൾക്കും ജലജീവികൾക്കും ഇഴജാതികൾക്കും സസ്യലതാദികൾക്കും ഒക്കെ ഉള്ളതാണ് എന്നുള്ള ഒരു അടിസ്ഥാന ദർശനമാണ് ഹരിത രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഗ്രീൻ പൊളിറ്റിക്സ്. അത് പാശ്ചാത്യ നാടുകളിൽ ശക്തിപ്പെട്ടുവരാണ്. അതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതീകാരം വെച്ചാൽ VS അച്യുതാനന്ദനാണ്. അപ്പം നമ്മൾ പറയുമ്പോൾ, നേരത്തെ പറയുമ്പോൾ അദ്ദേഹം പണ്ട് ഞങ്ങളൊക്കെ കേൾക്കുന്ന കാലത്ത് ആൾക്കാർ പറയുക അദ്ദേഹം ഒരു സ്റ്റാലിനിസ്റ്റാണെന്നാണ്. എന്തായാലും ന്യായം, അദ്ദേഹം ഈ ഇതിൻ്റെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണെന്നാ. ഈ തത്വങ്ങൾ എന്താണ് എന്ന് പുസ്തകം വായിച്ച് പഠിക്കുകയും ബുദ്ധിജീവിയാവുകയും ചെയ്യല്ല VS ചെയ്തത്. VSൻ്റെ മുന്നിൽ നടക്കുന്ന ഒരാൾ AKG ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജനജീവിതം എന്താണ് എന്ന് അറിയുകയും അതിനോട് ഐക്യപ്പെടുകയും താതാത്മ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭയാണ് AKG. ബുദ്ധിജീവിയല്ല, വായിച്ച് പഠിച്ച് പണ്ഡിതനാവുമല്ല. അപ്പോൾ ഈ പ്രകൃതിക്ക് നാശം വന്നാൽ എന്ത് വരും എന്ന് ആലോചിക്കുക, അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അദ്ദേഹം വളരെ പ്രായം ചെന്നതിന് ശേഷമാണ് ഹിന്ദി പഠിച്ചത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു വാക്ക് പറയാനോ ഒരു വാക്ക് കേട്ടാൽ മനസ്സിലാക്കാനോ ഉള്ള പ്രാപ്തി വേണം. അത്ര പുതിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ.